ഫ്രീ ഫയർ ഒക്കെ ഒരു ഗെയിമാണടാ, ഗ്രാഫിക്സ് ഇല്ല, ഒരു കോപ്പുമില്ല. ഫ്രീ ഫയർ പോലത്തെ ഒരു പൊട്ട ഗെയിം ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അയ്യേ, ആ കോളനി ഗെയിം ആരെങ്കിലും കളിക്കൂ? എടാ ഫ്രീ ഫയർ ഒക്കെ ആരെങ്കിലും കളിക്കൂടാ? പോയി കൊച്ചി TV കാണും, പോയി ഡോറാബുജി കാണും. പോയി ചത്തൂരടാ നിന്റെയൊക്കെ തൊലിഞ്ഞ ഫ്രീ ഫയർ. ഈ LKG പിള്ളേരുടെ ഗെയിമല്ലടാ നിന്റെ ഈ പറയുന്ന ഫ്രീ ഫയർ? എടുത്തോണ്ട് പോടാ അവന്റെയൊക്കെ ഒരു ഫ്രീ ഫയർ. ആർക്ക് വേണം? വലിയൊരു ഗ്രാഫിക്സ് ഒന്നും ഇല്ല, ഗ്രാഫിക്സ് ഇത്രേ ഉള്ളൂ. സോ പക്ക ലോക്കൽ ഗ്രാഫിക്സ് തന്നെയാണ്. பிடிச்சிடாது கொஞ்சம் பேருக்காவது நம்மளை பிடிக்காம இருந்தால் தான் லைஃப் ஒரு மாதிரி ஜாலியாக இருக்கும், இன்ட்ரெஸ்டிங்காக இருக்கும், சுவாரஸ்யமாக இருக்கும். ഓക്കെ, ഈ പേപ്പേഴ്സ് എടുത്തോ, ഈ ബുക്കും എടുക്ക. ലെറ്റ്സ് ഹിയർ ഇറ്റ് ഫ്രം യു. എന്താണ് അവിടെ നടന്നത്? ആരാണ് ആ വ്യക്തി? അയാൾ ഹീറോ ആയിരുന്നോ അതോ വില്ലനായിരുന്നോ? ഗരുഡനെ കണ്ടപ്പോൾ റോക്കിക്ക് മനസ്സിലായി, ഹിയർ ഈസ് എ മാൻ ഹു കംസ് ഫ്രം ദാറ്റ് പവർഫുൾ പ്ലേസ്. അവളുടെ കാൽപാദം അതിൽ പതിഞ്ഞു കഴിഞ്ഞെന്ന്. ഇതാണ് ആദ്യത്തെ അധ്യായം. കഥ ഇനിയാണ് ആരംഭിക്കുന്നത്. ഓക്കെ, അത് ഏറ്റവും കൂടുതൽ ആൾക്കാർ 2019, 2020 കാലഘട്ടത്തിൽ ഡൗൺലോഡ് ചെയ്ത ഗെയിം ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ കുറെ ഗൂഗിൾ ചെയ്ത് എനിക്ക് എത്ര തന്നെ എക്സെപ്റ്റ് എന്താ പറയുക, ഞാൻ ഇത് ഈ ഒരു ഗെയിം ആണെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. എന്റെ കണക്കുകൂട്ടൽ തെറ്റിപ്പോയെന്നല്ല, ഞാൻ കുറെ വെബ്സൈറ്റിൽ കുറെ ഗൂഗിൾ ചെയ്തിട്ട് എനിക്ക് ഒരു ഉത്തരം തന്നെയാണ് കിട്ടുന്നത്. ഇനി തെറ്റിപ്പോയെന്ന് ശ്രമിക്കുക. വേറെന്താ വെച്ചാൽ ഫ്രീ ഫയർ